പുട്ടിന്റെയും ഇടിയപ്പത്തിന്റെയും ഒക്കെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബനാന സ്റ്റൂന്റെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. കേരള ഫുഡീസ് ക്ലബിന്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 2 ഏത്തപ്പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത പഴമാണ് ഇതിന് ഉണ്ടാക്കാനായിട്ട് ടേസ്റ്റ് കിട്ടാട്ടോ. ഇനി ഏത്തപ്പഴം ഒന്ന് പകുതി വേവാകുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഏത്തപ്പഴം പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. ഏലക്കാപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് 3 കപ്പ് തേങ്ങാപ്പാല്, കട്ടിയുള്ള തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കണം. ഒരു തേങ്ങയുടെ പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഇളക്കണം. മധുരം ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. ഇതിലേക്ക് നമുക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പഴം നന്നായി വെന്ത് വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പഴമൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ അരിപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ കട്ടിയിൽ കലക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അരിപ്പൊടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിക്കാം. തീ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ സ്റ്റൂ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പാകത്തിന് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിന്ന് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മസ് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. കിസ്മസ് ഒന്ന് ഫ്രൈ ആയി വരുന്ന നേരത്ത് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ടും ചേർത്ത് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ടും കിസ്മസും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത കിസ്മസും കാഷ്യൂനട്ടും ചേർത്തോടുകൂടി നമ്മുടെ ബനാന സ്റ്റൂഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. പുട്ടിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.